പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്ന വണ്ടി ഇതല്ല. വീഡിയോ എടുക്കാൻ വരുന്ന ആള് ആ വണ്ടിയിലുണ്ട്. നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യണം. 3 വണ്ടികൾ ഇവിടെ നിന്നല്ല, നമുക്ക് അവിടെ പോയിട്ട് അവിടെ രസമുണ്ടല്ലോ കാണാനായിട്ട്. അടിപൊളി. നമ്മൾ ഇവിടെ ട്രാപ്പ് ആയിട്ടുണ്ട്. ആക്ച്വലി വിഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നൈസായിട്ട് കെട്ടി വലിച്ച് നോക്കായിരുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വില്ലീസയിൽ നമ്മൾ വാഗമണ്ണിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് പോവാണ് കേട്ടോ. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്ന വണ്ടി ഇതല്ല. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്ന വണ്ടി കാണിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ സൈഡിൽ ഇരിപ്പുണ്ട്. ഈ വണ്ടി നമ്മൾ വാഗമണ്ണിൽ ഓടിക്കാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് അടുത്ത ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വണ്ടി ഓടിക്കാൻ വരുന്ന ആള് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന RC ഭ്രാന്തൻ എന്ന് വേണമെങ്കിൽ പറയാം. ആരാണെന്ന് ഞാൻ അവിടെ ചെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. മനസ്സിലായ ആൾക്കാർ ഗസ് ചെയ്യും കേട്ടോ, കമന്റ് ചെയ്യും. നമ്മുടെ വണ്ടി പെയിന്റ് ചെയ്ത് ഇറക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. അടിപൊളി. എങ്ങനെയുണ്ട് രാജാ? മേളിലേക്ക് ചെല്ലുമ്പോൾ അടിപൊളിയായിരിക്കും. പക്ഷേ ഇതിന് മുമ്പത്തെ അത്ര അടിപൊളിയല്ലായിരുന്നു. കാര്യം ഞാൻ നല്ല വെയിൽ കൊണ്ടാണ് വന്നത്. നട്ടുച്ചയ്ക്ക് സൺസ്ക്രീൻ ഇട്ട് ഫുള്ള് വെയിൽ കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പക്ഷേ ഇനി അങ്ങോട്ട് ഭയങ്കര രസമായിരിക്കും, വേറൊരു ഫീൽ ആയിരിക്കും. പോയി നോക്കാം. അതുപോലെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, വണ്ടിക്ക് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ലോങ് റൈഡ് പോകുമ്പോഴാണ്. കാരണം ഈ വണ്ടി പണി ഇറക്കിയിട്ട് നമ്മൾ ഇത്രയും ലോങ് ഓടിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 60-65 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ വാഗമണ്ണ് പുതിയ വഴിയൊക്കെ പണിതു, നല്ല റോഡാണ്. ഇപ്പോൾ വാഗമണ്ണ് വരുന്നവർക്ക് നല്ല ധൈര്യമായിട്ട് വരാം. പണ്ടായിരുന്നെങ്കിൽ ബൈക്കും ചെറിയ കാറുകളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അടി ഇടിച്ചാണ്. ഇപ്പോൾ നല്ല റോഡാണ്. അങ്ങനെ നമ്മൾ ഏകദേശം മലയുടെ വാഗമണ്ണിന്റെ മേലെത്തിയിട്ടുണ്ട്. ഇനി ഒരു 4 കിലോമീറ്ററും കൂടെ ഉള്ളൂ വാഗമൺ ടൗൺ. നമ്മുടെ കൂടത്തിൽ വരുന്ന ആള് നേരെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ആളെ എവിടെ നിർത്തിയാൽ നമുക്ക് അറിയത്തില്ല. ഇവിടെ റേഞ്ചില്ല, വിളിച്ച് ഞാൻ കിട്ടത്തില്ല. ഇപ്പൊ ശരിക്കും നിങ്ങൾ നോക്കുവാണെങ്കിൽ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. അത്രയ്ക്ക് വലിയൊരു വെയിലില്ല, ഒരു ആവിക്കലില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പുണ്ട്. നമ്മൾ വാഗമൺ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ടൗണിൽ എത്തുന്നതിന് മുമ്പ് ടൗണിൽ എത്തിയില്ല കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് മേലോട്ട് ചെല്ലുമ്പോഴാണ് ടൗൺ. വണ്ടി കത്തിക്കുന്ന നോക്കി, ഒരു ബൊലീറോ കത്തി കിടക്കുന്നു കേട്ടോ. ഇത് അടിപൊളി കേട്ടോ. ശരിക്കും ഇത് ക്ലൈമറ്റ് മാറി കേട്ടോ. നാട്ടിലൊക്കെ നല്ല ചൂടെടുത്ത്, കോട്ടയത്തൊക്കെ നല്ല ചൂടെടുത്ത് നിൽക്കുന്ന ആൾക്കാർ വാഗമൺ ലെഫ്റ്റ് ഈ പറഞ്ഞ കൂട്ട് എവിടെയെങ്കിലും ഫാമിലി ആയിട്ടൊരു വീക്കെൻഡ് ചുമ്മാ ഡ്രൈവ് പോകാനായിട്ട് നോക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വാഗമണ്ണ് വരാം. കാരണം വെതർ നല്ല വെതറാണ്. ഞങ്ങൾ വണ്ടി ഇവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ട് അല്ലേ. ഞാനിവിടുന്ന് 1-2 പ്രാവശ്യം ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങോട്ടാണോ? വീഡിയോ എടുക്കാൻ വരുന്ന ആള് ആ വണ്ടിയിലുണ്ട്. വണ്ടി കണ്ടപ്പോഴേ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ആള് ലെജൻഡാണ് കേട്ടോ, ഈ ഫീൽഡിലെ ലെജൻഡാണ്. RC എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ആളുടെ പേരാണ്. നമ്മൾ വണ്ടി ഓടിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കറക്റ്റ് ക്ലൈമറ്റ്, കറക്റ്റ് അന്തരീക്ഷം, വെയിലുമില്ല, ഒന്നുമില്ല. ചെറിയൊരു മൂടൽമഞ്ഞുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും സൈഡ് ആക്കണം. ഞങ്ങൾ കുറച്ചങ്ങ് ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതാണ് കേട്ടോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡ് ആക്കാം. നമ്മളിതേ വണ്ടി ഇവിടെ സൈഡ് ആക്കുന്നു, വണ്ടി ഓഫ് ആക്കുന്നു. ഓൾ സെറ്റ്. നമ്മുടെ കൂടത്തിൽ വരുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ പറയുമായിരുന്നു, RC എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ കാര്യം എനിക്ക് അറിയത്തില്ല. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു RC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് ഫോളോവേഴ്സ് ഇല്ലേ. കാരണം ആള് ചെയ്യുന്ന കണ്ടന്റ് ഞാൻ മലയാളത്തിൽ പറയാൻ കണ്ടിട്ടില്ല കേട്ടോ. മീൻസ് അത്ര രസമായിട്ട് കളക്ഷൻ ഉണ്ട്. അത് വരട്ടെ, അങ്ങനെ ആൾക്കാർ പുതിയ വരട്ടെ. എന്നാലും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പേരാണ് കോപ്റ്റർ ബോയ്. അപ്പോൾ ആളുടെ കയ്യിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വണ്ടികളുണ്ട്. ഞങ്ങളിങ്ങനെ കുറേ നാളുകളായിട്ട് പറഞ്ഞു എവിടെയെങ്കിലും പോയിട്ട് കുഞ്ഞൊരു ഓഫ് റോഡ് ചെയ്യണമെന്ന്. സംഭവം കാണിച്ചു തരുന്നുണ്ടല്ലോ. ഇത് വെറും 3 എണ്ണം ഉള്ളു കേട്ടോ. ഇത് നമുക്ക് ഇതിനെ എടുത്തോണ്ട് അങ്ങോട്ട് പോകാം. വണ്ടി എങ്ങനെ ഓടിച്ചോണ്ടോ പോകാൻ പറ്റുമോ? ഞാൻ ഇതിനകത്ത് രസം ഉണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ആളുടെ ഇതിന് വണ്ടി മേടിക്കും കേട്ടോ. ആളിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഡിഫൻഡറിന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ മേടിക്കാൻ കിട്ടുമെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ ഉണ്ടോ ബ്രോ? RC Motox നമ്മുടെ ഒരു പേജ് ഉണ്ട്. പുതിയൊരു മറ്റേ വർക്ക്ഷോപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ? ഒരു ഗാരേജ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തത്. കാരണം എനിക്ക് ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് സാധനം ആൾ ചെയ്തു തരും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആൾ പറഞ്ഞു തരും ചെയ്യും. അപ്പോൾ നമ്മളിനി പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, അങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ്. സാധനം എടുക്കാം, ഓഫ് റോഡ് പോവാം. ബ്രോഡേ 2 സാധനം ഞാൻ കാണിച്ചു. നമ്മുടെ വണ്ടി എല്ലാ വീഡിയോയും നിങ്ങൾ കാണുന്നത്, അതവിടെ ഇരിക്കട്ടെ. എനിക്ക് ഇതിനകത്ത് ഒരെണ്ണം മേടിക്കാൻ പ്ലാൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന RC മേടിക്കാം നമുക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന RC മേടിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന മിക്കവാറും കാണിച്ചു തരാം. ഇത് നമ്മുടെ ടൊയോട്ടയുടെ FJ40 അടിപൊളി.
എന്നാ ഡീറ്റെയിലിംഗ് ആണ് നോക്കിയേ. അതിന് മേലോട്ട് വെച്ചോ, ഇവിടെ വെച്ചോ. ഇത് കണ്ട് ഇവിടെ ആൾ കൂടായിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. അത് മാത്രമേ നമുക്കൊരു ഇതുള്ളൂ. ഇങ്ങനെ കവർ ഉണ്ടെങ്കിൽ സേഫ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമല്ലേ. ഇത് രസമുണ്ടല്ലോ കാണാനായിട്ട്. ഇത് കണ്ടോ, അടിപൊളി. ടൊയോട്ടയുടെ ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡോർസ് എല്ലാം ഇപ്പം ട്രാക്സസിന്റെ ട്രാക്സസിൽ ഡീറ്റെയിലിംഗ് ഭയങ്കര കുറവാണ് കേട്ടോ. അതായത് ബോഡിയിലേക്ക് വരുമ്പോഴേക്ക് ഡീറ്റെയിലിംഗ് ഭയങ്കര കുറവാണ്. ഡോർ തുറക്കാനായിട്ട് അകത്ത് ഇതുണ്ട്, ആക്സിലേറ്റർ 3 പെഡൽസും ഉണ്ട്, സീറ്റ് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, എല്ലാം പക്ക ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഇത് ഏതാ മോഡൽ ബ്രോ? FJ40 ജീപ്പ് മഷിഗൺ. അടിപൊളി. ഇനി അടുത്ത സാധനം നിങ്ങൾ പറയട്ടെ, ഇതിനകത്ത് 3 ഏതാണ് നമ്മൾ മേടിക്കേണ്ടത്? ഞാൻ ഇച്ചിരി കൂടെ അലൈൻ ചെയ്ത് വെക്കാം. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ കമന്റ് ഏതാ വരുന്നതെന്ന്. ഇനി വരാനുള്ള സാധനമായിരിക്കും മിക്കവാറും ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് വില്ലീസ് ഉണ്ട് 19, ഇതിൻ്റെ 1962 ആ നമ്മുടെ സെയിം മോഡൽ തന്നെയായിരിക്കും കേട്ടോ. കട്ട് ചേസ് സെയിം ഡിറ്റോ സാധനം. അപ്പോൾ ഇതിനകത്ത് 3 നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന RC ഞാൻ ആളുടെ നിന്ന് മേടിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി സാധനം സെറ്റ് ചെയ്തുകൊണ്ട് മേലോട്ട് പോകാം അല്ലേ. ഇത് എഴുതിയറായത്, ഇത് പുതിയ വണ്ടിയാ അല്ലേ? ജീപ്പിന്റെ അല്ല, ജീപ്പിന്റെ പഴയ മോഡലാണത്. എനിക്ക് അറിയത്തില്ല കേട്ടോ. പാർക്കിലൊക്കെ പണ്ടത്തെ ഇതില് യൂസ് ചെയ്തിരിക്കുന്ന വണ്ടി. ആ സെയിം ഗ്രാഫിക്സ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ബാറ്ററി ഇടാൻ വേണ്ടി പോണ ഇത്രേ ഉള്ളൂ ബാറ്ററി ഇടാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ ആക്സസറിയും കാര്യങ്ങളും എല്ലാം ആൾ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. എനിക്ക് ബാറ്ററി ഇടാനും സെറ്റാക്കി, FJ40 സെറ്റാക്കിയിട്ടുണ്ട്. ഇതും ജീപ്പുമാണ് നമ്മൾ എടുക്കുന്നത്. പക്കാ ഡീറ്റെയിലിംഗ്. അകത്തൊക്കെ മനുഷ്യന്മാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ മൂടായിരിക്കും. ഇതിനകത്ത് നമുക്ക് ഫുൾ സാധനം സെറ്റ് ചെയ്യാം അല്ലേ. ഇതും സെയിം ആണ് കേട്ടോ. ഇതിന്റെ ബോഡിയൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ആക്സിരിപ്പുണ്ട്, ജെറിക്കാൻ, എല്ലാം അടിപൊളി. നമ്മൾ പണിതിട്ട് ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർ ഓഫ് റോഡിങ് പോകാൻ പോകുന്നത്. ഫസ്റ്റ് ബാറ്ററി ഇടണം കേട്ടോ. ടെർമിനൽ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കി കണക്ട് ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ലൈറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ജീപ്പിന്റെ ബോഡി നിങ്ങൾ നോക്കുക, അതുണ്ട്. അത് ഫുൾ അങ്ങനെ പൊക്കിയിട്ട് നമുക്ക് ബാറ്ററി ഇടാനായിട്ട് പറ്റും. ശരിക്കും നമുക്ക് ജിനാശാ ഈ ജീപ്പ് എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ സജഷനാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജീപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ജീപ്പിനെ കറക്റ്റ് നമ്മുടെ വണ്ടിയായിട്ട് റെപ്ലിക്ക പണിയാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്ന കമൻറ്റ് ഏറ്റവും കൂടുതൽ ഇത് തന്നെയായിരിക്കും. ഇതെടുത്ത് ജിനാജിന് പണിയെന്ന് ജിനാജൻ പണിഞ്ഞു തരുമോ? സെയിം സാധനം ചെയ്ത് തരുമോ? ഓക്കെ. ഓ അടിപൊളി. ലൈറ്റ്സ് എല്ലാം ഉണ്ട്. കറക്റ്റ് ഓഫ് റോഡ് ലൈറ്റ്. 3X ഒക്കെ ഇട്ട് എടുക്കുവാണെങ്കിൽ കറക്റ്റ് ഒറിജിനൽ വണ്ടി. ഇത് മനുഷ്യൻ നോക്കുവാണെങ്കിൽ കറക്റ്റ് സ്റ്റിയറിംഗ് തിരിയും. ബ്രോ ഇങ്ങനെ പിടിക്കാമല്ലോ അല്ലേ? ഇങ്ങനെ പിടിച്ചാൽ കുഴപ്പമുണ്ടോ? ആണോ? ഞാനിങ്ങനെയൊക്കെ പിടിക്കുന്നത്. ആണോ? നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യണം. 3 വണ്ടി ഇവിടെ നിന്നല്ല, നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് ക്രോൾ ചെയ്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പണിത വണ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കോൺടാക്ട് ചെയ്യണോ, അല്ലെങ്കിൽ ആളെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു വലിയൊരു ഓഫ് റോഡൊക്കെ അടിക്കാം അല്ലേ. ഇവിടുന്ന് മൂടാക്കി കയറ്റി കൊണ്ടുപോകാം അല്ലേ. എന്നാൽ ഫ്രണ്ടിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ ഫ്രണ്ടിൽ പോട്ടെ. നമുക്ക് ഇതിലും വഴി കയറി ഇങ്ങനെ 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 അങ്ങ് പോയാലോ. ആള് ബ്രോ ഒറ്റ കയ്യിലും ഞാൻ മറ്റേ 2 കയ്യിലും. ഞാനിങ്ങനെ കുഞ്ഞു പിള്ളേർ പിടിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നോക്കിയാൽ വെച്ചാൽ ഏജ്ഡ് ആയിട്ടുള്ള വണ്ടി ഫ്രണ്ടിൽ പോട്ടെ. പ്രായം അനുസരിച്ച് പോകാം അല്ലേ. ഓ മഴ കൊണ്ട് അടിപൊളിയായിരിക്കും. എന്നെ മിക്കവാറും ഇതിന്റെ ഒരു പ്രാന്തനാക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഒരു വണ്ടി തുടങ്ങിയിട്ട് ഞാനിവിടെ മറ്റേ കറക്റ്റ് സ്ഥലമൊക്കെ നോക്കി ഓടിക്കുന്നു. ആളവിടെ വീഡിയോ എടുക്കുന്നു, അതിൻ്റെ അടുത്ത് വണ്ടി ഓടിക്കുന്നു. എല്ലാം അതിൻ്റെ കൂടെ നടക്കുന്നു കേട്ടോ. ഞാൻ മറ്റേ ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒരു വണ്ടി മറ്റേ 4 സൈഡിലേക്ക് ആയിരിക്കും പോകുന്നത്. നമ്മളിവിടെ വന്നപ്പോഴാണ് ശരിക്കും എക്സ്ട്രീം ഓഫ് റോഡ് അവിടെ ഒരു സാധനം കണ്ടത് കേട്ടോ. അതിൻ്റെ മേളിൽ കയറ്റുക എന്നുള്ളതാണ് ടാസ്ക്. ആരാണ് ഇത് കയറ്റി നോക്കാം അല്ലേ? നോക്കാം. നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. വണ്ടിയിലല്ല കാര്യം, ഡ്രൈവറിലാണ് കാര്യം. ഇതൊക്കെ കടത്തൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ. ഇതിൽ നമുക്ക് വണ്ടി എടുത്തോണ്ട് കാരണം ഇവിടെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നല്ലൊരു ഓഫ് റോഡ് ഉണ്ട്. പോകാലോ. ചലഞ്ചാണ് കേട്ടോ. ആരാണ് മറിക്കാതെ കയറ്റുന്നത്? ശരിക്കുള്ള കോമ്പറ്റീഷൻ ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല ഇതുവരെ. പതുക്കെ കൊടുത്താൽ മതി. അനക്കി പോയിന്റിൽ പതിയെ കുറച്ച് ടയർ റൈറ്റും ലെഫ്റ്റും ഓടിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളിത് കുറച്ചും കൂടെ വട്ടായി കഴിയുമ്പോഴേക്കും, ഇൻ ദ സെൻസ് നമുക്ക് കുറച്ചും കൂടെ ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ഇനി ഇവിടുന്ന് എങ്ങനെ ടാക്കിലെന്ന് വിചാരിക്കും. അപ്പോഴാണ് നമ്മൾ വിഞ്ചിൻ്റെ ഇതെല്ലാം വിഞ്ചൊക്കെ സെറ്റ് ചെയ്യാണ്ട് വരും കേട്ടോ. ഫുൾ ഒരു റിയൽ കാറിനുള്ള എല്ലാ സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. അയ്യോ ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ കയറി വരുന്നില്ലേ, 1 മില്ലിമീറ്റർ കനത്തിനാണ് കയറി വരുന്നത്.
യെസ്. ഇവിടെ ഞാൻ വേറെ വഴി പിടിക്കുക. വേറെ വഴി പിടിച്ചോ, അതായിരിക്കും നല്ലത്. വില്ലീസ് കയറി വന്ന വഴി പിടിക്കാൻ പോവാ. പാവം ഒരു വില്ലീസ് അവിടെ മേളിൽ പോയി വെയിറ്റ് ചെയ്യുന്നു ഞങ്ങളെ. എവിടെയെങ്കിലും ട്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞ പോട്ട് മൈന്യൂട്ടായിട്ട് കൊടുത്താൽ മതി അല്ലേ? മൈന്യൂട്ടായിട്ട് കൊടുക്കാവുള്ളൂ. ട്രാക്ഷൻ കിട്ടുന്നതനുസരിച്ച് നിന്ന് കറങ്ങും. അപ്പൊ പിന്നെ ഒരിക്കലും അറിയുമ്പോൾ ഇവിടെ ട്രാപ്പ് ആയിട്ടുണ്ട്. ആക്ച്വലി വിഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നൈസായിട്ട് കെട്ടി വലിച്ച് നോക്കായിരുന്നു. അയ്യോ സ്ക്രാച്ച് ആവുകയാണെങ്കിൽ വേണ്ട. വേണ്ട വേണ്ട വേണ്ട. വിഞ്ച് ആയിരുന്നെങ്കിൽ ഓക്കെയാണ്. കാരണം അത് സ്ക്രാച്ച് ആവാൻ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ബോഡി കുറച്ചും കൂടെ ഫിനിഷുള്ള ബോഡിയാണ്. ഇപ്പം നമ്മുടെ ബോഡി ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ വലുതായിട്ടൊന്നും പറ്റാനായിട്ടില്ല. മീൻസ് അതിൻ്റെ ബോഡിക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് ആ ഒരു വൃത്തിക്കാണ് കൊണ്ട് നടക്കുന്നതാണ് അതിൻ്റെ ഭംഗി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫ് റോഡ് ഞാൻ ഇതുവരെ ചെയ്തതിൽ ഈ RC വെച്ചിട്ട് ചെയ്തതിൽ. അപ്പം ബ്രോ പറയുമായിരുന്നു ഒന്നും അല്ല, ഇതിനേക്കാളും നല്ല ട്രാക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ ഇതുമായിട്ട് അടുത്ത വണ്ടിക്ക് പോകും, അടുത്ത ഡ്രൈവിന് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് കാണാനായിട്ട് ആളുടെ പേജിൽ കയറി നോക്കിയാൽ മതി. കോപ്റ്റർ ബോയ് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഉണ്ടല്ലോ, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആളുടെ പേജിൽ കയറി നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇടി മിന്നുന്നുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് ആർഡർ ആക്കണം കേട്ടോ അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ, അവർ വാഗോണ്ട് ഇറങ്ങിയതാണ്. താങ്ക്സ് കേട്ടോ. ശരി ബൈ. ഇതൊരു മലപ്പുറമാണ് കേട്ടോ. തിരൂർ ഒരു ദിവസം വൺ ഡേ ആയിരുന്നോ? വൺ ഡേ ആയിരുന്നു അല്ലേ? തിരിച്ചു പോകണോ ഒന്ന്? സ്റ്റേ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂട്ടുകാരാണോ എല്ലാവരും? കോളേജിൽ പഠിക്കുന്നവരാണോ അതോ നാട്ടിൽ നിങ്ങൾ കൊച്ചിലോട്ട് അറിയാവുന്നവരാണോ അല്ലേ? ശരി. എങ്ങനെയുണ്ട് വാഗോണ്ട് വരുന്നതാണ് അച്ഛനും ഇത്രയും വരുന്നതല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. പേരെന്നാ? ഞങ്ങൾ ചുമ്മാ കാർ ഓടിക്കാൻ ഇറങ്ങിയതാ. വീട് എവിടെയാ? കോഴിക്കോട്. ഇന്ന് ആക്ച്വലി പെരുന്നാളാണ്. അപ്പം പെരുന്നാൾ അടിച്ചു പൊളിക്കാൻ ഇറങ്ങിയത്. പേരെങ്ങനെയാ? നാദിഷ, അനസ്,